ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1991 ശ്രീനിവാസൻ, സുരേഷ് ഗോപി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ടി ദാമോദരൻ മാസ്റ്റർ തിരക്കഥ എഴുതി GS വിജയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമായിരുന്നു ആനവാൽ മോതിരം. ഈ സിനിമയിൽ നടക്കുന്ന ഒരു പ്രധാന രംഗമാണ് ഇതിലെ ഒരു കോടതി രംഗമുണ്ട്. ആൽബർട്ടോ ഫെനി എന്ന് പറയുന്ന ഒരു കുറ്റവാളി, അയാൾ മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെടുകയാണ്, പോലീസ് കസ്റ്റഡിയിൽ ആക്കപ്പെടുകയാണ്. അയാളുടെ അണ്ടർവെയറിന്റെ ഉള്ളിലായിരുന്നു ആ മയക്കുമരുന്ന് ഹെറോയിൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹെറോയിൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് കോടതിയിൽ ഒരു തെളിവായിട്ട് പിടികൂടപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. ശ്രീനിവാസൻ ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആൽബർട്ടോ ഫെനി എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്ന് കടത്തിയതിന്റെ പ്രധാന തൊണ്ടി മുതലായിരുന്നു ഈ ഒരു അണ്ടർവെയർ എന്ന് പറയുന്നത്. ഇത് കോടതിയിൽ എതിർഭാഗം വക്കീൽ ഹാജരാക്കുകയാണ്. ഹാജരാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ അണ്ടർവെയർ മാറ്റം ചെയ്യപ്പെടുന്നു. അതായത് അയാളുടെ സൈസിനനുസരിച്ചിട്ടുള്ള അണ്ടർവെയർ അല്ലായിരുന്നു, വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന വളരെ ചെറിയൊരു അണ്ടർവെയർ ആയിരുന്നു. അതോടുകൂടി ആ കേസ് തള്ളിപ്പോവുകയും ഈ കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ടി ദാമോദരൻ മാസ്റ്ററെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഹാസ്യങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് അതിനെ പറ്റി പിന്നീട് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ സംഭവം യഥാർത്ഥത്തിൽ തൊട്ട് മുമ്പുള്ള വർഷം കോടതിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവം തന്നെയായിരുന്നു. കഥാപാത്രങ്ങളിലൊക്കെ ചെറിയ മാറ്റം ഉണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്താണ് സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. 1990 കാലഘട്ടം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സളിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അണ്ടർവെയറിന്റെ ഉള്ളിൽ കുറെ മയക്കുമരുന്നുകളുമായിട്ട് പിടിക്കപ്പെടുന്നു. അധികം മയക്കുമരുന്നൊന്നുമില്ല, വളരെ കുറച്ച് മയക്കുമരുന്നുള്ളായിരുന്നു. പക്ഷെ എന്തായാലും പോലീസും കസ്റ്റംസും ഒക്കെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാളെ അങ്ങനെ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇയാളുടെ പേരിലുള്ള വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിചാരണ വേളയിൽ പ്രതിക്കെതിരായിട്ടുള്ള വലിയൊരു തെളിവായിരുന്നു ഈ അണ്ടർവെയർ എന്ന് പറഞ്ഞാൽ. ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ തെളിവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മിനിമം 10 വർഷത്തെ തടവെങ്കിലും കിട്ടുമായിരുന്നു. ഇയാൾ ഓസ്ട്രേലിയൻ പൗരനാണ് എന്നൊക്കെയുള്ളത് ശരിയാണ്, പക്ഷേ അയാൾക്ക് 10 വർഷത്തെ തടവെങ്കിലും കിട്ടുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇയാളെ സഹായിക്കാൻ വേണ്ടി ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആന്റണി രാജു എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരുന്നത്. ആന്റണി രാജു അന്ന് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്, മറ്റൊരു വക്കീലിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അയാള് ഈ ആൻഡ്രൂ സള്ളിവനെ സഹായിക്കുകയാണ്. എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ കോടതിയിൽ ഇതേ രീതിയിൽ തന്നെ വിചാരണകൾ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആന്റണി രാജു അവിടെയുള്ള ഒരു ക്ലർക്കിന്റെ സഹായത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കേണ്ടിയിരുന്ന യഥാർത്ഥ തൊണ്ടി മുതൽ മാറ്റുകയാണ്. എന്നിട്ട് ആ അണ്ടർവെയർ ആയിരുന്നു അതിനുള്ള യഥാർത്ഥ തൊണ്ടി മുതൽ എന്ന് പറയുന്നത്. കോടതിയിലെത്തി നോക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിക്കി മൗസിന്റെ ചിത്രമുള്ള അണ്ടർവെയർ ആയിട്ട് മാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതൊന്നും അന്ന് തെളിയിക്കാൻ വേണ്ടി പറ്റിയില്ല. അന്ന് കുറെ കോടതിയും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. 1994 ഹൈക്കോടതിയൊക്കെ ഇതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ ഉത്തരവിടുകയും അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഈ ആന്റണി രാജു എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് അഡ്വക്കേറ്റിൽ നിന്നൊക്കെ വളർന്ന് വലിയ ഒരു രാഷ്ട്രീയ നേതാവായി മാറി. അദ്ദേഹം ഒരു ഗതാഗത മന്ത്രിയായിട്ടൊക്കെ മാറി. അങ്ങനെ അയാള് സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഈ ഒരു കേസൊക്കെ ഇതിന്റെ ഇടയിൽ കൂടിയും അയാൾക്ക് നേരെ കടന്നു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ട് വരുന്നില്ല. അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടും അതൊക്കെ തള്ളിക്കളയപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് വീണ്ടും. പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുകയാണ്. വെച്ചാൽ ഈ ഒരു കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും ഇതിൽ നടന്നിട്ടുള്ള തിരിമറിയും കാര്യങ്ങളും എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആലോചിക്കണം, ഇദ്ദേഹം നിലവിൽ ഇപ്പോഴും ഒരു MLA ആണ്, മുൻ മന്ത്രിയാണ്, മുൻ ഗതാഗത മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരെയാണ് ഇത്രയും വലിയ ഒരു അധിക്ഷേപം വന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് ഉത്തരവിടാൻ ഇങ്ങനെ ഒരു ഉത്തരവ് പെട്ടെന്ന് വന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകണം. ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ ഈ ആൻഡ്രൂ സള്ളിവൻ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഓസ്ട്രേലിയയിലേക്ക് മൂപ്പര് പൊടി നട്ടി അങ്ങ് പോയി.
പക്ഷേ ഇയാൾക്ക് ഇയാളുടെ സ്വഭാവം നിർത്താൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു കേസിൽ ഇയാൾ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ പിടിക്കപ്പെട്ടിട്ട് ഓസ്ട്രേലിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇയാൾ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അപ്പൊ ജയിലിൽ വെച്ചുള്ള ഒരു ജയിൽ മേറ്റിനെ അയാൾ പറയാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാനിങ്ങനെ കേരളത്തിൽ വെച്ച് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് കടത്തുകയും പോലീസ് എന്നെ പിടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആന്റണി രാജു എന്ന് പറയുന്ന ഒരു ഭയങ്കര വിദഗ്ധനായിട്ടുള്ള ഒരു വക്കീലുണ്ടായിരുന്നു. അയാളാണ് എന്നെ രക്ഷിച്ചത്. ഈ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കടത്തിയ ആ ഒരു അണ്ടർവെയർ മാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ അയാൾ സഹ തടവുകാരനോട് പറയുകയാണ്. ഈ സഹ തടവുകാരൻ ഇവനോട് ഭയങ്കര സ്നേഹമായത് കൊണ്ടാണോ എന്നറിയില്ല, ഇവൻ നേരെ പോയിട്ട് ഇതെല്ലാം പോയിട്ട് ഓസ്ട്രേലിയൻ പോലീസിനോട് പറയുകയാണ്. ഇവൻ ഈ വിവരങ്ങളൊക്കെ ഓസ്ട്രേലിയൻ പോലീസിന് ചോർത്തി കൊടുക്കുകയാണ്. എനിക്കറിയില്ല, ഇവൻ ചിലപ്പം ഈ സഹ തടവുകാരൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ പോലീസിന്റെ ഒരു സ്പൈ ആയിരിക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഓസ്ട്രേലിയൻ പോലീസ് ഇന്ത്യയൊക്കെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ഈ ഒരു കുറ്റവാളി ആൻഡ്രൂ സള്ളിവൻ എന്ന് പറയുന്ന കുറ്റവാളി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുകയാണ്. ഈ വിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപിടിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള സഞ്ജയ് കരോളും CT രവികുമാറും ഈ കേസ് വീണ്ടും പുനരന്വേഷിക്കണമെന്നുള്ളതും ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ മന്ത്രിക്കെതിരായിട്ടുള്ള ആ കേസ്, മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ MLAക്കും ആയിട്ടുള്ള ആന്റണി രാജുവിന് എതിരായിട്ടുള്ള കേസ് വീണ്ടും പൊന്തി വന്നിരിക്കുകയാണ്. ഇനി ബാക്കി എന്തൊക്കെ നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൽ നടന്നിട്ടുള്ള ഒരു സംഭവം യഥാർത്ഥ സംഭവത്തിന് ആധാരമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ കാണുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക. ബൈ.